ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ രാജ്യം വലിയ പ്രതീക്ഷകളാണ് വെച്ചു പുലർത്തുന്നത്. ശമ്പളക്കാരും കർഷകരും മധ്യവർഗക്കാരും ബജറ്റിൽ തങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തെല്ലാമാണ് ബജറ്റിലെ പ്രതീക്ഷകളെന്ന് നോക്കാം. മാസശമ്പളക്കാരായ നികുതിദായകർ ആദായ നികുതിയിൽ വലിയ ഇളവുകളാണ് ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നിലവിലെ 75,000 രൂപയിൽ നിന്ന് 1 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് ഈ വർഷം മുതൽ ആശ്വാസമുണ്ടെങ്കിലും ഇത് 15 ലക്ഷം രൂപ വരെയാക്കി ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിനിടെ പുതിയ നികുതി രീതിയിലേക്ക് മാറിയവർക്കും ഭവന വായ്പാ പലിശയിൽ ഇളവുകൾ അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. കിസാൻ സമ്മാൻ നിധി 6,000 രൂപയിൽ നിന്ന് 9,000 രൂപയോ 12,000 രൂപയോ ആയി വർദ്ധിപ്പിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. EPF പെൻഷൻ 1000 രൂപയിൽ നിന്ന് കുറഞ്ഞത് 5,000 രൂപ മുതൽ 7,500 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം, കാർഷിക മേഖലയിൽ കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൊണ്ടുവരാനും വിള ഇൻഷുറൻസ് വിപുലീകരിക്കാനുമുള്ള സാധ്യത, കൂടുതൽ വന്ദേ ഭാരത് സർവീസുകളും പാത ഇരട്ടിപ്പിക്കലും, കേരളത്തിന്റെ കാര്യത്തിൽ ശ്രീധരൻ നിർദ്ദേശിച്ച അതിവേഗ റെയിൽപാതയുടെ DPR തയ്യാറാക്കാൻ തുക, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്മേലുള്ള GST കുറയ്ക്കുന്നത്, ചെറുകിട വ്യവസായ രംഗത്ത് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകളും നികുതി ആനുകൂല്യങ്ങളും, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ എന്നിവയൊക്കെയാണ് മറ്റ് ബജറ്റ് പ്രതീക്ഷകൾ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.